നമസ്കാരം. ഫാബ്രിക് പെയിന്റിംഗ് ഫോർ ബിഗിനേഴ്സിന്റെ 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ദിവസത്തെ ക്ലാസ്സസിന് ശേഷം ഇന്ന് നമ്മൾ ഫാബ്രിക്കിൽ വരയ്ക്കാൻ പോകുന്നത് പീകോക്കിനെയാണ്. എങ്ങനെ നമുക്കൊരു മയിലിനെ ഫാബ്രിക്കിൽ വരച്ചെടുക്കാം എന്ന് നോക്കാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക. നമുക്ക് തുടങ്ങാം. ആദ്യം മയിലിൻ്റെ ഒരു സ്കെച്ച് നമ്മൾ പെൻസിൽ കൊണ്ട് ഫാബ്രിക്കിൽ വരച്ചെടുക്കുക. വളരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. നിങ്ങൾക്ക് കുറച്ച് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബ്രഷ് എടുത്തിട്ട് ലൈൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ മയിലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് തെളിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായിട്ട് മയിലിൻ്റെ ഒരു ബോഡി വരച്ചു. ബോഡി വരച്ചതിന് ശേഷം താഴേക്ക് പീലിയാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. പീലി വരയ്ക്കാനായിട്ട് ഒരു ചെറിയ ചെറിയ ഓവൽ ഷേപ്സ് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ബ്ലൂ എടുത്തിട്ട് ഡാർക്ക് ബ്ലൂ ആണ് എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആയിട്ട് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും മിക്സ് ചെയ്ത് ഫസ്റ്റ് ഒരു ആദ്യത്തെ ലെയർ ഷെയ്ഡിങ് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു ലെയറിലുള്ള ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും സെൻറ്ററിലായിട്ട് വരുമ്പോഴേക്കും വളരെ ലൈറ്റായിട്ട് കുറച്ച് ബ്ലൂവും അതുപോലെ തന്നെ കൂടുതൽ വൈറ്റും എടുത്തിട്ട് ആ മയിലിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് വീണ്ടും കുറച്ചുകൂടെ വൈറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്തുകൊണ്ട് സെൻറ്ററിലും ആ ഒരു വയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മയിലിൻ്റെ ഒരു ബോഡി നമ്മൾ വരച്ച് കഴിയും. ഇനി അടുത്ത ബോഡിയിൽ നമുക്കറിയാം മയിലിൻ്റെ ബോഡിയിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 2 കളേഴ്സ് കോമ്പിനേഷൻസ് വന്ന് ചേരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്തേക്കുന്നത് ഡാർക്ക് ഗ്രീനും യെല്ലോയും പാരറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തൊരു 3 ലെയർ. അടുത്തത് അതിൻ്റെ പുറമേ ഒരു ഔട്ടറായിട്ടൊരു ഓവൽ ഷേപ്പുണ്ട്. അവിടെ ഇതുപോലെ നമ്മൾ റെഡും ക്രിംസണും അതുപോലെ ഓറഞ്ചും ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. സെൻറ്ററിലായിട്ട് കുറച്ച് യെല്ലോ കൂടെ മിക്സ് ചെയ്യും. ഈ ഷെയ്ഡിങ്ങൊക്കെ ഈ ലെയേഴ്സൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ 3 ദിവസത്തെ സെഷൻസിൽ ഞാൻ വിശദമായിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഷെയ്ഡിങ് 3 കളേഴ്സ് എടുത്തിട്ട് 3 ലെയർ കൊടുത്ത് കൊണ്ടുവരുന്നതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ മയിൽ ഇരിക്കുന്ന ഒരു സിറ്റിംഗ് പൊസിഷനിലാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു മരക്കൊമ്പിലാണ് ഇരിക്കുന്നത് കൊണ്ട് ഞാനതിൽ ഒരു മരക്കൊമ്പിൻ്റെ ഒരു ചെറിയതായിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു. ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തു. ഇനി ഈ മയിലിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ബോഡിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ മരക്കൊമ്പ് ഒന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേൺ സിയന്ന എന്ന് പറയുന്ന ബ്രൗണിഷ് ഷെയ്ഡും അതുപോലെ യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡിങ്ങാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പീലി വരച്ച് തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് ഓരോ പീലിയുടെയും സെൻറ്ററിലായിട്ട് ഡാർക്ക് ബ്ലൂ കൊണ്ട് മയിൽപ്പീലിയുടെ കണ്ണെന്ന് പറയുന്ന ഭാഗമാണ് അത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പീലിയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ വരയ്ക്കുക. ഓരോ മയിൽപ്പീലിയും ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കണ്ട. നമുക്ക് ആദ്യം ഒരുമിച്ച് എല്ലാ മയിൽപ്പീലിയുടെ സെൻറ്ററിലായിട്ടും നമുക്കിത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ പാരറ്റ് ഗ്രീൻ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മയിൽപ്പീലി പച്ച എന്ന് പറയുന്ന കളർ കിട്ടുമല്ലോ. അത് നമ്മൾ ആ ഒരു മയിൽപ്പീലിയുടെ കണ്ണ് വരുന്ന ഭാഗം കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ മയിൽപ്പീലി വരയ്ക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം രണ്ടാമതൊരു ഷെയ്ഡിങ് കൂടെ നമുക്ക് കൊടുക്കേണ്ടി വരും. എല്ലാ പീലിയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് 2 പ്രാവശ്യം നമുക്കൊന്നുകൂടെ ചെയ്യേണ്ടി വരും. അടുത്തൊരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഷെയ്ഡിങ് നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് ഓറഞ്ച് എടുത്തു. ഓറഞ്ചും ഒരു ഔട്ട്ലൈൻ ആയിട്ട് ആദ്യം കൊടുത്തു. നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പിന് പുറമേ ആയിട്ട് കൊടുത്തു. അതിനുശേഷം അതിനുള്ളിലായിട്ട് യെല്ലോ കൊണ്ടുള്ള അടുത്തൊരു ഷെയ്ഡിങ്. നമ്മളത് ബ്ലെൻഡ് ചെയ്യുകയൊന്നും വേണ്ട. യെല്ലോയും ഓറഞ്ചും കൂടി തമ്മിൽ മിക്സ് ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് യെല്ലോ അതിൽ വെച്ച് തന്നെ ആ ഒരു ഷെയ്ഡിങ് കൊടുക്കുമ്പോഴേക്കും എല്ലാ കളേഴ്സും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ആകുമ്പോൾ കിട്ടുന്നൊരു ടോണുണ്ട്. അപ്പോൾ മയിൽപ്പീലിക്കുള്ളിലൊരു ടോൺ ആ രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ചില ഭാഗങ്ങളിൽ യെല്ലോ കുറച്ചധികമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ചില ഭാഗങ്ങളിൽ ഓറഞ്ച് ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ അത് ഒരുമിച്ച് കാണാനായിട്ടൊരു ഭംഗി വരാനാണ് അങ്ങനെ ഒരു ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെത്രയും ആദ്യം ഒന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് എല്ലാ പീലികളും ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്കൊന്ന് മരം ഒന്ന് വരയ്ക്കാം. അതിനായിട്ടൊന്ന് പച്ച കളർ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീനും ചേർത്തിട്ട് മരത്തിൻ്റെ ഒരു ഷേപ്പ് നമ്മളൊന്ന് വരച്ച് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം അടുത്ത നമ്മൾ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത്. ഔട്ടറിലൊരു ഗ്രീനും ഇന്നറിലുള്ള പാരറ്റ് ഗ്രീനും കൊടുത്തിട്ട് ആ ഗ്രീനും നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രീൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനതിൽ ഷെയ്ഡ് ചെയ്ത് ഒരു മയിൽപ്പീലിയുടെ ഒരു ഷെയ്ഡിങ് ഞാൻ ചെയ്തു. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ മയിൽപ്പീലിയിൽ ആ പച്ച ഔട്ടർ എങ്ങനെ കൊടുക്കുന്നു, അതെങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട്
സാപ്പ് ഗ്രീൻ എടുത്തിട്ട് പീലി വരച്ച് കൊടുക്കുകയാണ്. മയിൽപ്പീലി എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാനതിൽ സെഷനിൽ വളരെ വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ബ്രഷ് ഒന്ന് കുത്തിപ്പിടിക്കുന്ന രീതിയിലോട്ട് ബ്രഷ് കയ്യിലേക്ക് പൊസിഷൻ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് ബോട്ടിലിൽ നിന്നും ബ്രഷ് എടുത്തിട്ട് പെയിൻറ്റ് ഡിപ്പ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം മയിൽപ്പീലിക്കുള്ളിലെല്ലാം യെല്ലോ ജസ്റ്റ് ഒന്ന് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഒരല്പം കൂടെ ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് എടുത്ത് ഒന്ന് ആ സെൻറ്ററിലുള്ള ആ ഒരു മയിൽപ്പീലിയുടെ കൺഭാഗങ്ങളൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്തു. വീണ്ടും നമ്മൾ എങ്ങനെയാണോ ആ ഷെയ്ഡിങ് തുടങ്ങിയത് അതുപോലെ ജസ്റ്റ് ഇതെല്ലാം കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് യെല്ലോ ഇട്ട് മയിൽപ്പീലിയുടെ തണ്ട് വരുന്ന ഭാഗവും മയിൽപ്പീലിയുടെ സെൻറ്ററിലും ആ വൈറ്റ് കൊടുത്തു. അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു റെഡ് കൊടുത്തു, ഒരു ഔട്ട്ലൈൻ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് അടുത്ത് നമുക്ക് ഈ മയിൽപ്പീലിക്ക് ചില പീലികൾക്ക് കുറച്ച് ലൈറ്റും ഡാർക്കായിട്ടുള്ള ഷെയ്ഡിങ്സ് കാണുമ്പോൾ അത് കുറച്ചുകൂടെ എടുത്ത് കാണിക്കാനായിട്ട് കുറച്ച് ബ്ലാക്കും കുറച്ച് സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ലൈൻസ് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ ഒരു പീലി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മളിങ്ങനെ ആ ഒരു ഭംഗി വരുന്നത് നമ്മുടെ ഇഷ്ടമാണ്. എത്രത്തോളം പീലി നമ്മൾ അതിൽ ആഡ് ചെയ്യണം, എത്ര വലിപ്പം ആ ഒരു പീലികൾക്ക് കൊടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ ആ മരത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് പുറത്ത് നമുക്ക് ചെറിയ ലീവ്സ് എന്ന രീതിയിൽ ഈ സെയിം മിക്സ് തന്നെ സാപ്പ് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇലകളൊക്കെ വരച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കവിടെ കിട്ടുന്നു. അത് ചെയ്യുന്ന ശേഷമാണ് ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ ബോഡിയിൽ പുറമെ കുറച്ച് സ്പോട്ടിങ്സ് പോലെ കുറച്ച് യെല്ലോ ഡോട്ട്സും ഗോൾഡനൊക്കെ ഇട്ടൊന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം മയിലിൻ്റെ കണ്ണ് നമ്മൾ ബ്ലാക്ക് കൊണ്ടൊന്ന് വരച്ചു. ചുണ്ടിലും കണ്ണിന് മേളിലുമായിട്ട് ഞാൻ വൈറ്റ് ആയിട്ടുള്ളൊരു ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ബ്ലാക്ക് എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ മയിലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയും. അപ്പോൾ ഒരു ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ പെയിൻറ്റും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നേരത്തെയുള്ള നമ്മൾ ചെയ്തേക്കുന്ന പീലിയുടെയൊക്കെ ഇത് വന്നിട്ട് നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് അത് ബാക്കി ഭാഗങ്ങളിലൊക്കെ ഡ്രസ്സിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് ബാക്കി കറുപ്പ് വരച്ച് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം കണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് 1-2 സ്പോട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കണ്ണിനൊരു ലൈവ്നെസ്, അത് ജീവൻ വന്നതുപോലത്തെ ഒരു ലുക്ക് നമുക്കതിൽ കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പീകോക്കിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്ന് കണ്ടു. വീഡിയോ കണ്ട് എല്ലാവർക്കും ഞാൻ എങ്ങനെയാണ് വരച്ച് കാണിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പീകോക്കിനെ ഫാബ്രിക്കിൽ വരച്ചെടുക്കാൻ സാധിക്കുന്നു. ഇത് നമുക്ക് സെറ്റ് സാരിയിലോ കുർത്തയിലോ ഷർട്ടിലോ ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വരച്ചെടുക്കാം. നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം, ഷെയ്ഡിങ്ങിലോ അല്ലെങ്കിൽ മയിൽപ്പീലി വരയ്ക്കുമ്പോഴൊക്കെ. പക്ഷെ ഇതെല്ലാം കുറച്ച് ദിവസം നമ്മളൊന്ന് ട്രയൽ നോക്കുക. നമ്മുടെ തന്നെ ഫാബ്രിക്കുകളിൽ വീട്ടിൽ ഉള്ള പഴയ സെറ്റ് സാരിയോ അതിലൊക്കെ ഒന്ന് വരച്ച് പഠിച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സുകളിൽ പുറത്ത് പോകാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളിൽ വരച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വർക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആ ഒരു ഡിമാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തന്നെ ഒരു വിശ്വാസം വരണം. നമ്മുടെ ഡിസൈൻ ഏറ്റവും മികച്ച രീതിയിൽ നല്ലൊരു പെർഫെക്ഷനിൽ നമ്മുടെ ഡിസൈൻ വന്നു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് മറ്റുള്ളവർക്ക് വരച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പീകോക്കിന്റെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തന്നെ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ഡിസൈനുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വരയ്ക്കാൻ ആഗ്രഹമുള്ള, കലയെ ഇഷ്ടപ്പെടുന്ന, ഫാബ്രിക് പെയിന്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.